ടെക്നോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി എന്നുള്ള ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്, പുതിയ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോഷ്യൽ സയൻസ് പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിലെ ആ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇത് SSLCക്കാർക്ക് മാത്രമല്ല കേട്ടോ, കേട്ടിട്ട് എഴുതുന്നവർക്കും PSC എഴുതുന്നവർക്കും ഒക്കെ പ്രയോജനകരമായിട്ടുള്ള രീതിയിലൊരു ക്ലാസ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ലോകത്തെ തന്നെ സ്വാധീനിച്ച ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിപ്ലവം കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രാൻസിൽ നടന്ന ഒരു വിപ്ലവമാണ്. അത് സാമൂഹ്യമായിട്ടുള്ള ഒരു ഉച്ചനീചത്വങ്ങളാണ് ഈ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചത്. അപ്പം അത് മുഖേന ലോകത്തിലെ പല രാജ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഇൻസ്പയർ ആകുകയും അവരും എന്ത് ചെയ്യുകയാണ്, ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് വളരെ ശക്തമായി പോരാടുകയും പല പല വിപ്ലവങ്ങൾ ലോകത്തിൻ്റെ പലയിടത്തും സംഭവിക്കുകയും ഒക്കെ ചെയ്തു. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഒന്നായിട്ട് ഓർക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഒരു അധ്യായത്തിലൂടെ വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും പോയിന്റുകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ബോർബൺ ഡൈനാസ്റ്റി റൂൾഡ് വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ് ബോർബൺ ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്നത്? ഉത്തരം ഏതാണ്? ഫ്രാൻസ് ആണ് അല്ലേ. ഫ്രാൻസ് ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ച് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബോർബൺ ഡൈനാസ്റ്റിയാണ്. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ആം ദ സ്റ്റേറ്റ് സെഡ് ബൈ ഡാഷ്. ഉത്തരം ഏതാണ്? ലൂയി 14 അല്ലേ. ലൂയി 14 പറഞ്ഞത് ഞാനാണ് രാജ്യം, രാഷ്ട്രം എന്ന് പറയുന്നത് ഞാനാണ്, എന്നേക്കാൾ വലിയ ആരുമില്ല, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഞാനാണ് ഇതിൻ്റെ അകത്ത് പരമാധികാരി എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയത് ലൂയി 14 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിവൈൻ റൈറ്റ് തിയറി മീൻസ്. ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിവൈൻ റൈറ്റ് തിയറി മീൻസ് ദ കിങ് ഗെറ്റ്സ് പവർ ഫ്രം ഗോഡ്. എന്താണ്? രാജാവിന് പരമാധികാരം കിട്ടുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവം നേരിട്ട് നിയോഗിച്ചതാണ് ഈ രാജാക്കന്മാരെ എന്നുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ രാജാവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിലുള്ള ആ വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, രാജാക്കന്മാരുടെ അഴിമതിയോ അല്ലെങ്കിൽ അവരുടെ ധൂർത്തോ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. രാജാക്കന്മാർ തങ്ങളുടെ ധൂർത്തും അഴിമതിയും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു മറയായിട്ട് കൊണ്ടു നടന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്ന ഈ ഡിവൈൻ റൈറ്റ് തിയറിയാണ്. ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് പാർലമെൻറ്റിനെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? എന്തായിരുന്നു? എസ്റ്റേറ്റ് ജനറൽ അല്ലേ. എസ്റ്റേറ്റ് ജനറൽ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റേറ്റ് ജനറൽ ലാസ്റ്റ് മെറ്റ് ബിഫോർ റെവല്യൂഷൻ. ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിച്ചത് ഏത് വർഷമായിരുന്നു? 1614 കേട്ടോ, ഓർത്ത് വെച്ചോണേ. 1614 ഈവൻ നമ്പർ തിരിച്ച് പറയുകയാണ്. 16 കഴിഞ്ഞിട്ട് തൊട്ട് മേളിലുള്ള ഈവൻ നമ്പർ 14 ആണ്. എക്സാംസിൽ പോലും ഇത്തരത്തിലുള്ള ഡേറ്റുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. ബിഗിനിങ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏത് സംഭവത്തോടു കൂടിയാണ്? എന്തായിരുന്നു? സ്റ്റോമിങ് ഓഫ് ബാസ്റ്റിൽ. അതായത് ബാസ്റ്റിൽ ജയിലിൻ്റെ ആ ഒരു തകർച്ച, അതാണ് പ്രധാനപ്പെട്ട സംഭവം. അതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം വളരെ ശക്തമായി ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ കുറേ പൊട്ടലുകളും ചീറ്റലുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ബാസ്റ്റിൽ ജയിലിൻ്റെ ആ ഒരു തകർച്ച അല്ലെങ്കിൽ ബാസ്റ്റിൽ ജയിൽ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫാൾ ഓഫ് ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരംഭം എന്ന് പറയുന്നത്. ഏകാധിപത്യ ഭരണത്തിൻ്റെ ഒരു സിമ്പലായിരുന്നു, ഒരു പ്രതീകമായിരുന്നു ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. കാരണം രാജാക്കന്മാർ തങ്ങൾക്കെതിരെ പറയുന്നവരെയും അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വിചാരണ കൂടാതെ തടവിലിട്ടിരുന്ന സ്ഥലമായിരുന്നു ബാസ്റ്റിൽ ജയിൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ജയിൽ തകർക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്നായിരുന്നു ആരംഭിച്ചത്? ബാസ്റ്റിൽ ഫാൾ എപ്പോഴാണ്? 14 ജൂലൈ 1789. 14 ജൂലൈ 1789 ഓർത്ത് വെച്ചോണേ. ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ് ഫേമസ് സ്ലോഗൻ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. അത് പല PSC ക്വസ്റ്റ്യൻസിൽ പോലും ചോദിക്കുന്നതാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട സ്ലോഗൻ എന്താണ്? ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതാണ് ലോക ജനതയെ തന്നെ സ്വാധീനിച്ച ഒരു സ്ലോഗനാണിത്.
ക്വസ്റ്റ്യൻ ചോദിക്കാം, ലിബർട്ടി ഇക്വാളിറ്റി ഫ്രെറ്റേണിറ്റി എന്നുള്ള ഈ സ്ലോഗൻ വിപ്ലവം ഏതാണ് മക്കളെ? ഏതാണ്? ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ? ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് പോകാം. അടുത്തത് ടാക്സ് ഓൺ സാൾട്ട്, അതായത് ഉപ്പിൻ്റെ മേളിലുള്ള നികുതി അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ഗാബല്ലേ. ഏതായിരുന്നു? ഗാബല്ലേ. നെക്സ്റ്റ് ഒരു നികുതി എന്ന് പറയുന്നത് ടാക്സ് കളക്റ്റഡ് ബൈ ചർച്ച് കളക്ട് ചെയ്ത ടാക്സ് ഏതായിരുന്നു? തിതേ. ഏതാണ്? തിതേ. അറിയാം, ഫ്രഞ്ച് സമൂഹത്തിൽ 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റമായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അതിൻ്റെ ടോപ്പായിട്ടുള്ള ആളാരായിരുന്നു? രാജാവായിരുന്നു. സമൂഹമാകട്ടെ 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജീസാണ്, അതായത് പുരോഹിതന്മാരാണ്. അപ്പോൾ രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നോബിൾസാണ്, ജന്മിമാർ. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ക്ലർജീസിന് അവരുടേതായിട്ടുള്ള ചില അധികാരങ്ങൾ രാജാവിനെ പോലെ തന്നെ ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന നികുതിയായിരുന്നു തിതേ എന്ന് പറയുന്നത്. ആളുകൾക്ക് തൊഴിൽ രംഗത്തു നിന്നും ലാഭം കിട്ടുന്നുണ്ടോ എന്നൊന്നും രാജാവിന് അറിയേണ്ട കാര്യമില്ലായിരുന്നു. അവരെന്ത് ചെയ്യണം? മസ്റ്റായിട്ട് എന്ത് കൊടുക്കണമായിരുന്നു? ഈ നികുതി കൊടുക്കണമായിരുന്നു. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോഴ്സ് ലേബർ ടാക്സസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കർഷകർ അല്ലെങ്കിൽ തൊഴിലാളികൾ നിർബന്ധിതമായിട്ട് അടയ്ക്കേണ്ട നികുതികൾ ഏതൊക്കെയായിരുന്നു? കോവിൽ, ടോൾ ടാക്സ്, പിയാഷ്. അപ്പോൾ ഇത്രയാണ് കോവിൽ, ടോൾ ടാക്സ്, പിയാഷ്. അപ്പോൾ ഇത്രയുമാണ്, ഈ 3 കാര്യങ്ങളായിരുന്നു നിർബന്ധിതമായിട്ട് തൊഴിലാളികൾ അടയ്ക്കേണ്ടിയിരുന്ന നികുതികൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? മൊണോപ്പൊളി ടാക്സ് ഓൺ വൈൻ. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള കുത്തക അധികാരത്തിന് വേണ്ടി അടയ്ക്കേണ്ടി വന്ന നികുതി ഏതായിരുന്നു? ബാൻവിൻ. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഏറ്റവും വിൽക്കപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്ക് ആയിരുന്നു വൈൻ എന്ന് പറയുന്നത്. കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടന്നിരുന്നത് വൈനിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ നിന്ന് പിരിച്ചെടുത്തിരുന്നത് നികുതിയായിരുന്നു ഈ ബാൻവിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് സ്പെഷ്യൽ ഹാർവസ്റ്റ് ടാക്സ്. ഏതാണ് സ്പെഷ്യൽ ഹാർവസ്റ്റ് ടാക്സ്? ഏതായിരുന്നു? കൊയ്ത്തെന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഈ കൊയ്ത്തിൻ്റെ സമയത്ത് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു ടാക്സ് ആണ് ഏത്? എന്തായിരുന്നു? ടെറാജ്. കേട്ടോ, ടാക്സിൻ്റെയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ മാത്സ് ദ ഫോളോവിങ്ങിലും 1 വേർഡിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഫ്രാൻസിനെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച എഴുത്തുകാരാണ് വോൾട്ടെയർ, റൂസോ, മൊണ്ടേസ്ക്യൂ എന്ന് പറഞ്ഞ്. വോൾട്ടെയർ, റൂസോ, മൊണ്ടേസ്ക്യൂ. അപ്പോൾ ഇവരെ 3 പേരെ നിങ്ങൾ ഓർത്തിരുന്നോണം. കാരണം അപ്പോൾ ഇവരുടെ രചനകളാണ് ഒരു ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് ഈ ഫ്രാൻസിനെ കൊണ്ടെത്തിച്ചത്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഫിലോസഫർ ഹൂ റോട്ട് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകം എഴുതിയ ആൾ ആരായിരുന്നു? ജീൻ ജാക്വസ് റൂസോ. അതാണ് ജീൻ ജാക്വസ് റൂസോ. അപ്പോൾ റൂസോയാണ് ഏത്? സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ടെക്സ്റ്റ് എഴുതിയത്. ഇപ്പം തന്നെ നിങ്ങളത് മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലോസഫർ ഹൂ പ്രൊപ്പോസ് ദ സെപ്പറേഷൻസ് ഓഫ് പവർ, അതായത് അധികാരത്തിൻ്റെ സെപ്പറേഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞ തത്വചിന്തകൻ ആരായിരുന്നു? മൊണ്ടേസ്ക്യൂ. ലോകത്തെമ്പാടും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും ബേസിസ് ആയിട്ടുള്ള ഈ അധികാര വിഭജനം എന്നുള്ള ഒരു തത്വം ആവിഷ്കരിച്ചത് മൊണ്ടേസ്ക്യൂ എന്നുള്ള തത്വചിന്തകനാണ്. നമ്മൾ പഠിക്കത്തില്ലേ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അങ്ങനെ അധികാരത്തെ അല്ലെങ്കിൽ ഇങ്ങനെ 3ആയിട്ട് വിഭജിച്ചാൽ ഒരു രാജ്യത്തെ ഭരണം കാര്യക്ഷമമാകുമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അതായത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇങ്ങനെ 3 രീതിയിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ശക്തി വളരെ കാര്യക്ഷമമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ ഏതാണെന്ന് ഓർത്ത് വെച്ചോണം. ദ സ്പിരിറ്റ് ഓഫ് ലോ ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റിലാണ് അധികാര വിഭജനത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നൽകുന്നത്. ക്വസ്റ്റ്യൻ, ഫിലോസഫർ ഹൂ ക്രിട്ടിസൈസ് ദ ചർച്ചിനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരു ഫിലോസഫർ ആരായിരുന്നു? വോൾട്ടെയർ ആയിരുന്നു. മനസ്സിലായോ? നിലനിന്നിരുന്ന അഴിമതികളെക്കുറിച്ചും പുരോഹിതന്മാരുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുമൊക്കെ കളിയാക്കി വിമർശിച്ചും കൊണ്ട് ലേഖനം എഴുതിയ ആളായിരുന്നു വോൾട്ടെയർ. ഗില്ലറ്റിൻ പ്രപ്പോസ്ഡ് ബൈ ജോസഫ് ഇഗ്നേസ് ഗില്ലറ്റിൻ. അപ്പോൾ ആരാണ് ഗില്ലറ്റിൻ എന്നുള്ള ഒരു കണ്ടുപിടിച്ചത്? ജോസഫ് ഇഗ്നേസ് ഗില്ലറ്റിൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് വിപ്ലവത്തിനെതിരായിട്ടുള്ള ആളുകളെ ചിരച്ഛേദം ചെയ്യുവാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ്? ജോസഫ് ഇഗ്നേസ് ഗില്ലറ്റിനാണ്. മനസ്സിലായോ?
വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരായിട്ടുള്ള ലൂയി 14 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻ്റോണിയറ്റിനെയും ഒക്കെ ഉപയോഗിച്ച ഉപകരണം കൂടിയാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ അതിനുശേഷം റെയിൻ ഓഫ് ടെററിൽ ഉയർന്നു വന്ന ഭരണാധികാരിയായിട്ടുള്ള റോബിൻസ്പിയർ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗില്ലറ്റിൻ കൊണ്ട് ആളുകളെ വധിച്ചതും. പക്ഷേ അവസാനം എന്ത് ചെയ്യാൻ, റോബിൻസ്പിയറും ഈ ഒരു ഗില്ലറ്റിൻ കൊണ്ട് വധിക്കപ്പെടുകയാണ്. ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ന്യൂ കറൻസി ഇഷ്യൂഡ് ഇൻ റെവല്യൂഷൻ, അസൈനറ്റ്. അസൈനറ്റ് എന്ന് പറയുന്ന ഒരു കറൻസി ഈ റെവല്യൂഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുകയാണ്, പ്രചരിക്കപ്പെടുകയാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് പുറപ്പെടുവിച്ച ഒരു പുതിയ കറൻസി ഏതായിരുന്നു? അസൈനറ്റ്. ഓക്കെ, അസൈനറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റാഡിക്കൽ റെവല്യൂഷണറി ഗ്രൂപ്പ് ഇൻ ദ ടൈം ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു റാഡിക്കൽ റെവല്യൂഷണറി ഗ്രൂപ്പ് നിലനിന്നിരുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനം ഏതായിരുന്നു? ജാക്കോബിൻസ് ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവർ വാദിച്ചത് രാജഭരണം പൂർണ്ണമായി നിർത്തലാക്കണമെന്നും ഒരു റിപ്പബ്ലിക്കൻ ഭരണരീതി, അതായത് തൊഴിലാളികളെയൊക്കെ ബേസ് ചെയ്ത് അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള സമത്വത്തെ ബേസ് ചെയ്തുള്ള റിപ്പബ്ലിക്കൻ ഭരണരീതി നിലവിൽ വരണമെന്ന് വാദിച്ച ആളുകളാണ് ഈ ജാക്കോബിൻസ്. ലീഡർ എന്ന് പറയുന്ന റോബസ്പിയർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ, മോഡറേറ്റ് റെവല്യൂഷണറി ഗ്രൂപ്പ്. അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുമ്പോൾ തീവ്രവാദികളുണ്ട്, മിതവാദികളുണ്ട്. തീവ്രവാദികളാണ് ആര്? ജാക്കോബിൻസ്. ഇനി മിതവാദികളായിട്ടുള്ള ആളുകൾ, നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തീവ്രവാദികളും മിതവാദികളും എന്ന് പറഞ്ഞതുപോലെ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്തുള്ള മിതവാദികൾ ആയിരുന്നു ജിറോണ്ടിസ്റ്റ്, അല്ലേ? ജിറോണ്ടിസ്റ്റ് ആയിരുന്നു. മോഡറേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, മിതവാദികളായിട്ടുള്ള ആളുകൾ, മറ്റൊരു ആക്രമണത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ വളരെ നിയമപരമായിട്ടുള്ള യുദ്ധങ്ങളിലൂടെയും നിവേദനങ്ങളിലൂടെയും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് നിയമ പോരാട്ടങ്ങളിലൂടെ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിച്ച ആളുകളാണ്. മനസ്സിലായോ? അടുത്തത്, റെയിൻ ഓഫ് ടെറർ ലീഡർ. റെയിൻ ഓഫ് ടെറർ ലീഡറിൻ്റെ പേരെന്തായിരുന്നു? റോബിൻസ്പിയർ. അപ്പം മാക്സിമിലി റോബിൻസ്പിയർ ആണ് ഓഫ് ടെറർ സമയത്ത്, അതായത് ഭീകരവാഴ്ചയുടെ സമയത്തെ ലീഡർ, നേതാവ് ഈ റോബിൻസ്പിയർ ആയിരുന്നു. ഒരു കഥ പോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രഞ്ച് വിപ്ലവമൊക്കെ കഴിഞ്ഞു, ഈ ലൂയി 14 ഇതിൻ്റെ ഭാര്യയെയും അനുയായികളെയും എല്ലാം എന്താണ് ഗില്ലറ്റിൻ കൊണ്ട് വധിക്കുകയും അവകാശങ്ങളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഒരു സമത്വം നിറഞ്ഞ ഭരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന ആളാണ് ഈ റോബസ്പിയർ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് ഫ്രഞ്ച് ജനതയ്ക്ക് ഇദ്ദേഹം തന്നെ ഒരു തലവേദനയായി മാറുകയാണ്. വളരെ ആക്രമണവും ഭയങ്കര വല്ലാത്ത ഒരു ഭീകര ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അവസാനം ഫ്രഞ്ച് ജനത തന്നെ ഇദ്ദേഹത്തെക്കൊണ്ട് സഹിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെയാണ് താൻ കുഴിച്ച കുഴിയെ താൻ തന്നെ എന്നുള്ള രീതിയിൽ അദ്ദേഹവും റോബസ്പിയറും ഈ ഗില്ലറ്റിൻ കൊണ്ട് തന്നെ വധിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. കഥ പോലെ ഓർത്തു വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നെപ്പോളിയൻ തോറ്റ യുദ്ധം ഏതായിരുന്നു? ബാറ്റിൽ ഓഫ് വാട്ടർലൂ. വാട്ടർലൂ യുദ്ധത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. മറക്കരുതേ, വാട്ടർലൂ കേട്ടോ. പോയിന്റ്, ഇയർ ഓഫ് വാട്ടർലൂ, അത് വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. 1815 ഓർത്തോണേ. ഇയർ ഓഫ് വാട്ടർലൂ ഏത് വർഷമായിരുന്നു വാട്ടർലൂ യുദ്ധം നടന്നത്? വാട്ടർലൂ യുദ്ധം നടന്ന ഏത് വർഷമായിരുന്നു? 1815. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, കോൺഫറൻസ് ആഫ്റ്റർ നെപ്പോളിയൻ ഡിഫീറ്റ്. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം നടന്ന കോൺഫറൻസിൻ്റെ പേരെന്തായിരുന്നു? കോൺഫറൻസ് ഓഫ് വിയന്ന. യുടെ ഭരണാധികാരിയായ ക്ലെമൻസ് വോൺ മെറ്റീനിച്ച് ആയിരുന്നു ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നെപ്പോളിയൻ പരാജയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്കറിയാം, നെപ്പോളിയൻ ഒത്തിരി രാജ്യങ്ങളൊക്കെ കീഴടക്കി യൂറോപ്പിനെ ആകമാനം തന്നെ കാൽക്കീഴിൽ കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ച ഒരു ഭരണാധികാരിയായിരുന്നു, അല്ലേ? അപ്പോൾ യൂറോപ്പിലെ ങ്ങൾക്കൊന്ന് പുനഃക്രമീകരണം നടത്തുവാനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനം, യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനമൊക്കെ ഉറപ്പുവരുത്തുവാനും ഒക്കെ വേണ്ടി നടത്തിയ ഒരു സമ്മേളനമായിരുന്നു ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. ഇതിനെ കൂടാതെ ഓസ്ട്രിയ, ബ്രിട്ടൻ, റഷ്യ രാജ്യങ്ങളാണ് ഇവിടെ പങ്കെടുത്തത്. അപ്പം ഫ്രാൻസിൽ നിന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ ഫ്രാൻസിലെ രാജാധികാരത്തിൻ്റെ പഴയ ശൈലിയിലേക്ക് തിരിച്ചെത്തിക്കാനും ഒക്കെ ഈ സമ്മേളനം കാരണമായി. ബോർബൺ രാജവംശം വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ കാരണമായിട്ടുള്ള ഒരു കോൺഫറൻസ് കൂടിയാണിത്. ഈ കോൺഫറൻസ് മനസ്സിലായോ? കൂടി പറയാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തസത്തയെക്കുറിച്ചിട്ടാണ്. അതിന് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, നമ്മളിതൊന്ന് പറഞ്ഞതായിരുന്നു. ഏതാണ്? ഡിവൈൻ റൈറ്റ് തിയറി, ദൈവദത്ത നിയമം അല്ലെങ്കിൽ ദൈവദത്ത സിദ്ധാന്തം എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഫ്രാൻസിലെ രാജാക്കന്മാർ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു തിയറിയാണിത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള 3 പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, കിങ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. അപ്പം ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ആര്? രാജാവ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പവർ കംസ് ഫ്രം ഗോഡ്. അധികാരം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതായത് രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്.
ആരെങ്കിലും രാജാവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറായാൽ അയാൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കിങ് നോട്ട് അക്കൗണ്ടബിൾ ടു പീപ്പിൾ. അപ്പോൾ ആ രാജാവിന് ജനങ്ങളോട് വലിയ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാര്യമില്ല. അർത്ഥമാക്കുന്നത് താൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം രാജാവിനില്ല. രാജാവാണ് പരമാധികാരി. മനസ്സിലായോ? അപ്പോൾ രാജാവ് ചെയ്യുന്നതെല്ലാം ദൈവത്താൽ നിയമിക്കപ്പെട്ട കാര്യങ്ങളാണ് രാജാവ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അതിനകത്ത് ഒരു കാര്യത്തിലും ബോധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഉത്തരവാദിത്തം പുലർത്തേണ്ട കാര്യമോ രാജാവിനില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചോദിച്ചാൽ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും എസ്സേ ടൈപ്പ് ആണെങ്കിലും ഷോർട്ട് എസ്സേ ആണെങ്കിലും ഈ ഒരു പോയിന്റ്സിനെ വേണം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 3 എസ്റ്റേറ്റ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ സൊസൈറ്റി എന്ന് പറയുന്നത് 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജീസ് ആണ്, അതായത് പുരോഹിതന്മാരും ചർച്ചിലെ ലീഡേഴ്സും ഒക്കെയാണ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത്. എസ്റ്റേറ്റ് ആരാണ് മക്കളെ? നോബിൾസ് ആൻഡ് ലാൻഡ് ഓണേഴ്സ്. അപ്പം പ്രഭുക്കന്മാരും അതുപോലെ ജന്മിമാരും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇനി തേർഡ് എസ്റ്റേറ്റ് ആരാണ്? കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. മനസ്സിലായോ? അതിൻ്റെ അകത്ത് വർക്കേഴ്സ് വരും, പെസൻസ് വരും, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, എഴുത്തുകാർ, ചിന്തകന്മാർ എല്ലാവരും അതിൻ്റെ അകത്ത് വരുന്നതാണ്. മനസ്സിലായോ? ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാർ. രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരം ആർക്കാണ്? പുരോഹിതന്മാർക്കാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സാമന്തന്മാർ, അതായത് ജന്മിമാരും അതുപോലെ തന്നെ പ്രഭുക്കന്മാരും ഒക്കെയാണ്. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ഒരു 3 എസ്റ്റേറ്റുകൾ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇന്ന് വരാൻ സാധ്യതയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീസൺ ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ കോസസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാരണം? ഒരു 5 പോയിൻ്റാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത് ഡെസ്പോട്ടിക് റൂൾ ഓഫ് കിങ്സ്, ഏകാധിപത്യ ഭരണകൂടം, രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണമാണ്. രണ്ടാമത് ഇക്കോണമിക് ക്രൈസിസ്, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, അതായത് രാജാക്കന്മാരുടെ ധൂർത്തും ആഡംബരമൊക്കെ കാരണം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം എത്തിച്ചേരുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇനീക്വാളിറ്റീസ് ആണ്, സാമൂഹ്യമായിട്ടുള്ള അസമത്വം. പറഞ്ഞായിരുന്നു 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അപ്പം ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റുകാർ എല്ലാ അധികാരങ്ങളും ആഡംബരങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചിരുന്നു. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ ഈ സാമൂഹികമായിട്ടുള്ള അസമത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഫിലോസഫേഴ്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? വോൾട്ടയർ, റൂസോ, മൊണ്ടേസ്ക്യൂ എന്നിവരുടെ എഴുത്തുകൾ വളരെ ശക്തമായിട്ട് ഫ്രഞ്ച് ജനതയെ സ്വാധീനിക്കുകയും അവർ വളരെ ശക്തമായി അഴിമതി നിറഞ്ഞൊരു ഭരണത്തിനെതിരായി മുന്നോട്ടിറങ്ങുകയൊക്കെ ചെയ്യുന്നതിന് കാരണമായത് ഇവരുടെ എഴുത്തുകളാണ്. മനസ്സിലായോ? എഴുത്തുകളാണ് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവദത്ത സിദ്ധാന്തം, അതായത് തിയറി ഓഫ് ഡിവൈൻ ആണെന്നും അതിൻ്റെ മറവിൽ രാജാക്കന്മാർ തങ്ങളുടെ ആഡംബര ജീവിതം നയിക്കുകയും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയത് ഇവരുടെ എഴുത്തുകളിലൂടെയാണ്. റൈസ് ഓഫ് മിഡിൽ ക്ലാസ്, അതായത് മധ്യവർഗക്കാരായിട്ടുള്ള കുറേ ആളുകൾ, അതായത് വ്യാപാര വ്യവസായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള കുറേയേറെ ആളുകൾ ഇവിടെ എഴുന്നേറ്റ് വരികയാണ്. അവർ കർഷകരുമല്ല, ജന്മിമാരുമല്ല, അവരുടെ ഇടയിലുള്ള ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റ് വരികയാണ്. സാമ്പത്തിക സ്വാധീനം നേടുകയും ഈ രാജവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആളുകളായി മാറുകയും ചെയ്യുകയാണ്. ഇവിടെ സംഭവിച്ചത്. അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പോലെ ഈ മധ്യവർഗത്തിലുള്ള ഈ മിഡിൽ ക്ലാസ് പീപ്പിളിനെ പറഞ്ഞു പറ്റിക്കാൻ രാജാക്കന്മാർക്ക് പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം അവരെന്ത് ചെയ്യണം? അവരിൽ പലരും എഡ്യൂക്കേറ്റഡ് ആണ്, തത്വചിന്തകരാണ്, ഫിലോസഫേഴ്സാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? രാജാക്കന്മാർ അവിടെ എന്ത് ചെയ്യാണ്? അവരുടെ അധികാരത്തിൻ്റെ ശക്തി അവിടെ വിലപ്പോകാതെ വരുന്ന ഒരവസ്ഥ പിന്നീട് വരികയാണ്. പ്രോസസ് ഓഫ് റെവല്യൂഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഡിസയർ എന്ന് ഓർത്ത് വെക്കുക. ഡിസയർ, ആഗ്രഹം, DSIRE, ഡിസയർ. രാജാക്കന്മാരുടെ ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹവും നമുക്ക് പറയാം. ഈ ഡിസയർ ആണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡെസ്പോട്ടിക് റൂളാണ്. നമ്മൾ കണ്ടല്ലോ, സ്വേച്ഛാധിപത്യ ഭരണം. ഇ എന്ന് പറയുന്നത് ഇക്കണോമിക് ക്രൈസിസ്. എസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹ്യമായ അസമത്വം. ഐ എന്ന് പറയുന്നത് ഐഡിയാസ് ഓഫ് ഫിലോസഫേഴ്സ്. ആർ എന്ന് പറയുന്നത് റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. ഇ എന്ന് പറയുന്നത് എക്സസ് ടാക്സേഷൻ. അതും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ. ഞാൻ മുമ്പേ അത് വിട്ടുപോയി പറയാൻ.
അമിതമായിട്ടുള്ള ടാക്സ് ചുമത്തുന്നത് ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും കർഷകരായിട്ടുള്ള ആളുകൾ അതിൻ്റെ പേരിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് ഇവർക്ക് കർഷകർക്ക് വരുമാനം കിട്ടുന്നില്ലെങ്കിൽ പോലും, കൃഷിയിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല, ലാഭം കിട്ടുന്നില്ലെങ്കിൽ പോലും ടാക്സിൽ ഒരു മാറ്റം അവർ വരുത്തിയിരുന്നില്ല. അത്രയും ടാക്സ് അവർക്ക്, കർഷകർക്ക് വരുമാനം കിട്ടുമോ കിട്ടാതിരിക്കുക അത് അവരുടെ കാര്യം, പക്ഷേ ടാക്സ് അത്ര തന്നെ കൊടുക്കണം നിർബന്ധം പിടിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ആ കാലത്ത് നിലവിൽ നിന്നിരുന്നത്. ആയിട്ടും ഷോർട്ട് നോട്ടായിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. അതെന്തായിരുന്നു ടെന്നീസ് കോർട്ട് ഓത്ത്? രാജാവായിരുന്ന ലൂയി 14 ഈ 3ാമത്തെ എസ്റ്റേറ്റ് ആയിട്ടുള്ള, അതായത് ഭൂരിഭാഗം വരുന്ന ഈ 3rd എസ്റ്റേറ്റിന് ഇതിലുള്ള പ്രാതിനിധ്യം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മജോറിറ്റി ആയിട്ടുള്ള 3rd എസ്റ്റേറ്റുകൾ എല്ലാവരും കൂടെ ചേർന്ന് അവർ തങ്ങളെ തന്നെ തങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ലൂയി 14 രാജാവ് അസംബ്ലി ഹാള് ക്ലോസ് ചെയ്ത് അവരെ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ 3ാം എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തെന്നറിയാമോ? അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ പോയി അവരെല്ലാം സമ്മേളിക്കുകയും ഫ്രാൻസിന് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ പിരിയില്ല എന്ന് സത്യം ചെയ്യുക, അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അവരെടുത്ത ആ ഓത്തിനെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതെന്നാ നടന്നതെന്നറിയാമോ? 1789 ജൂൺ 20 1789 ജൂൺ 20 ഈ ഒരു ടെന്നീസ് കോർട്ട് ഓത്ത് നടന്നത്. ആ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണേ. രീതിയിൽ ഈ ടെന്നീസ് കോർട്ട് ഓത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 വേർഡ് ആയിട്ടും അതുപോലെ 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വിപ്ലവത്തോടനുബന്ധിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫാൾ ഓഫ് ബാസ്റ്റിൽ എന്ന് പറയുന്നത്. നമ്മളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണല്ലേ. അപ്പോൾ ഈ ഫാൾ ഓഫ് ബാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഷോർട്ട് എസ്സേ ആയിട്ടോ ഷോർട്ട് നോട്ടായിട്ടോ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ എപ്പോഴും ഓർത്തിരിക്കണം. ഫസ്റ്റ്, ബാസ്റ്റൽ വാസ് ദ സിമ്പിൾ ഓഫ് എ റോയൽ ടൈറണി. അപ്പോൾ ഈ ബാസ്റ്റൽ ജയിൽ എന്ന് പറയുന്നത് രാജാധികാരത്തിൻ്റെ ചിഹ്നമാണ്, ഒരു അഹങ്കാരത്തിൻ്റെ ചിഹ്നമായിട്ട് നിലനിന്നിരുന്നതാണ്. രാജാവിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ആരെയും വിചാരണ കൂടാതെ കൊണ്ട് അടച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ജയിൽ, ബാസ്റ്റൽ ജയിൽ. വളരെ ശക്തമായിട്ടുള്ള കോട്ടകളോട് കൂടിയിട്ടുള്ള ഒരു ജയിലാണിത്. 1889 ജൂലൈ 14 എന്ത് സംഭവിച്ചു? കലാപകാരികൾ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ഒരു സിറ്റിയുടെ കൺട്രോൾ ഏറ്റെടുക്കുകയും ഈ അധികാരത്തിൻ്റെ ചിഹ്നമായ, സ്വേച്ഛാധിപത്യത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ബാസ്റ്റിൽ ജയിലിൻ്റെ ചുറ്റുമുള്ള ആ കോട്ട തകർക്കുകയും പ്രിസണേഴ്സിനെയൊക്കെ മോചിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെ തകർച്ച കൂടിയായിട്ട് വിപ്ലവത്തിൽ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ബാസ്റ്റിൽ ജയിലിൻ്റെ പതനത്തോടു കൂടിയാണ് എന്താരംഭിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുവാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഫാൾ ഓഫ് ബാസ്റ്റൈലാണ്. ഓക്കെ, അകത്തുനിന്ന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് റോൾ ഓഫ് ഫ്രഞ്ച് ഫിലോസഫേഴ്സ്. അതായത് ഫ്രഞ്ച് തത്വചിന്തകന്മാരുടെ സ്വാധീനം, ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ അവരുടെ പങ്ക് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുവരെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നൽകിയ ഇവർ എന്തൊക്കെയാണ് ചെയ്തത്? അതുപോലെ തന്നെ മോണ്ടേസ്ക്യൂ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ അധികാര വിഭജനം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. സഭയുടെ വിമർശിക്കുകയാണ് ചെയ്തതിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ജനാധിപത്യത്തിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചത് അദ്ദേഹമാണ്. രാജ്യത്തിന്റെ അധികാരം 3ആയിട്ട് വിഭജിക്കണം, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെയുള്ള 3 വിഭാഗങ്ങളായിട്ട് തിരിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മൊണ്ടേസ്ക്യൂ ആണ്. അതായത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, ഇങ്ങനെ 3 രീതിയിൽ തരംതിരിക്കപ്പെട്ട രീതിയിൽ അധികാരത്തെ അല്ലെങ്കിൽ പരമാധികാരത്തെ ചിത്രീകരിച്ച ആളാണ് ആര്? മൊണ്ടേസ്ക്യൂ. ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും അടിത്തറയാവുകയാണ് ഈ ഒരു ചിന്താഗതി. നിങ്ങൾ ഓർത്തോണേ, അത് എത്രത്തോളം വലിയൊരു ചിന്താഗതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല, ലോകത്തിലെ പല ഭരണഘടനകളും ആധാരമായി എടുത്തിരിക്കുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എഴുത്തുകാരിൽ നിന്നുള്ള ആശയങ്ങളാണ്. ഒരു കാര്യം ഓർത്തിരിക്കണേ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആളാരായിരുന്നു അറിയാമോ? റൂസോ ആയിരുന്നു. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിലൂടെ ജനാധിപത്യത്തിൻ്റെ ആവശ്യങ്ങളും പിന്നെ സമത്വം, സാഹോദര്യം അങ്ങനെയുള്ള ആശയങ്ങൾ ലോകത്തിൽ പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ്. പറയുന്നത് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്. അപ്പം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും മാത്രമാണെന്ന് പറഞ്ഞ ആളാണ് ആര്? റൂസോ. ഓക്കെ, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. കോൺസിക്വൻസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്?
പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ആദ്യത്തേത് എൻഡ് ഓഫ് ഫ്യൂഡലിസം, സാമന്ത വ്യവസ്ഥ അവസാനിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ഈ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതും കൈകാര്യം ചെയ്തിരുന്നതും രാജാക്കന്മാരും ജന്മിമാരുമായിരുന്നു. എന്നാൽ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം കർഷകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്, അവർക്ക് ഭൂമിയുടെ അധികാരികളായി മാറുകയാണ്. രണ്ടാമത്തെ കാര്യം ഈക്വാലിറ്റി ബിഫോർ ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അതായത് നേരത്തെ കാലത്ത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന അവസ്ഥ എന്തായിരുന്നു? സൊസൈറ്റി പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പം ഈ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അങ്ങനെ പുരോഹിതന്മാർക്കും ഒക്കെ പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നിയമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, രാജാവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഒരേപോലെയാണെന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ വ്യാപകമാവുകയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരാണെങ്കിലും രാജാവാണെങ്കിലും ഒരേ നിയമം തന്നെയാണുള്ളതെന്നുള്ള രീതി നിലവിൽ വരികയാണ്. ദ റൈസ് ഓഫ് നാഷണലിസം, അതായത് ദേശീയതയുടെ ഉദയം ഉണ്ടാവുകയാണ്. അപ്പോൾ ഓരോ ആളുകളും എൻ്റെ രാജ്യം എന്നുള്ളൊരാശയം, തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനവും ഐക്യവും ഒക്കെ അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം യൂറോപ്പിലാകമാനം പല പല വിപ്ലവങ്ങൾ ഇതുപോലെ ഉണ്ടാകുവാൻ പ്രചോദനമാവുകയാണ്. രാജ്യം എപ്പോഴും ജനങ്ങളുടേതാണെന്നുള്ള ശക്തമായ ആശയം ഇവിടെ പ്രചരിക്കുകയാണ്. ഇനി അടുത്ത മെട്രിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കിലോഗ്രാം, മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏകീകൃതമായ അളവുകളും തൂക്കങ്ങളും ഒക്കെ നിലവിൽ വരികയും ആകമാനം വ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ജനാധിപത്യ, സ്പ്രെഡ് ഓഫ് ഡെമോക്രസി എന്നുള്ള ആശയം എന്ത് ചെയ്യാണ്, ലോകമാകമാനം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളാണ് യഥാർത്ഥ ഭരണാധികാരികളെന്നും അതുപോലെ തന്നെ ജനാധിപത്യ ഭരണരീതിയിൽ ജനങ്ങളാണ് ഭരണം കൈകാര്യം ചെയ്യുന്നതെന്നുമുള്ള ആ ഒരു ആശയം ലോകമാകമാനം പ്രചരിക്കുകയും ചെയ്തു. ജനാധിപത്യത്തിൻ്റെ ഭരണരീതി കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജനങ്ങളാണ്. ആ ഒരു രീതി എന്ത് ചെയ്യുകയാണ്, ആ ഒരു ആശയം വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകത്ത് കൊണ്ടുവന്നു. ഈ ഒരു കോൺസിക്വൻസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓർത്തിരിക്കുക. എഫ് എന്ന് പറയുന്നത് ഫ്യൂഡലിസം എൻഡഡ്, ഇ എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ, എൻ എന്ന് പറയുന്നത് നാഷണലിസം റൈസ്, ഡി എന്ന് പറയുന്നത് ഡെമോക്രസി സ്പ്രെഡ്, എം എന്ന് പറയുന്നത് മെട്രിക് സിസ്റ്റം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഫിലോസഫേഴ്സിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് ബുദ്ധിമുട്ടുള്ളവർക്കാണ് കേട്ടോ, അറിയാവുന്നവർക്കല്ല. ചിലപ്പം ഈ ഓർമ്മയിൽ വരാൻ ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. VRM എന്ന് ഓർത്തിരിക്കുക. ARM എന്നുള്ള ഫിലിം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ VRM എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. പറയുന്ന വോൾട്ടയർ, R എന്ന് പറയുന്ന റൂസോ, M എന്ന് പറയുന്നത് മൊണ്ടേസ്ക്യൂ. പിന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം. വരം എന്നുള്ളത്, വാ എന്ന് പറയുന്നത് വോൾട്ടയർ, രാ എന്ന് പറയുന്നത് റൂസോ, മാ എന്ന് പറയുന്നത് മൊണ്ടേസ്ക്യൂ, വരം, കേട്ടോ. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. എസ്റ്റേറ്റിൻ്റെ ആ ഒരു ക്രമം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർത്തിരിക്കാം. വേറെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. CNC എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ ക്ലർജീസ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്, ക്ലർജിയാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ നോബിൾസ് ആണ്, പ്രഭുക്കന്മാരാണ്. സി എന്ന് പറയുന്നത് കോമണൈസ് ആണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. പറയുന്നത് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ട്രിക്ക് ഓർത്തിരിക്കാൻ പറയുന്നത്. കാരണം മറ്റു കുട്ടികളെ പോലെ തന്നെ പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിൽ നിൽക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. സോഷ്യൽ സയൻസിൽ നല്ലൊരു മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.